നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞത്തെ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇവിടുത്തെ NDAയുടെ സ്ഥാനാർത്ഥി. പക്ഷെ അദ്ദേഹം നടത്താൻ കണ്ടപ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി. നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. പേരെന്താണ്? എൻ്റെ പേര് ബിനു. സർവശക്തിപുരം ബിനു എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ലിസ്റ്റിലും അത് തന്നെയാണ്. ബാലറ്റ് പേപ്പറിലെ അതാണ് പേര്. സർവശക്തിപുരം ബിനു. എന്താണ് അതിന്റെ പ്രത്യേകത? സർവശക്തിപുരം എന്ന സ്ഥലപ്പേരാണ്. സ്ഥലപ്പേരാണ്. ഞാൻ വെച്ചത് ഇങ്ങനെ അമ്പലം അങ്ങനെ എന്തെങ്കിലും അല്ല, സ്ഥലപ്പേരാണ്. ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത് ചോദിക്കുന്നത്, നമ്മളെല്ലാവരും കണ്ടതാണ് എങ്കിൽ തന്നെയും താങ്കളുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം, അതായത് ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് സംഭവിച്ചത് ഈ കഴിഞ്ഞ ബുധനാഴ്ച, അതായത് ക്രിസ്മസിന്റെ തലേ ദിവസം ഞങ്ങൾ സ്ക്വാഡ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു കുട്ടി, അത് 3-4 കുട്ടികളുണ്ടായിരുന്നു, സൈക്കിളിൽ ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ യാദൃശ്യമായിട്ട് ഒരു കുട്ടി പെട്ടെന്ന് സൈക്കിൾ തിരിച്ചപ്പോഴേക്കും സൈക്കിളോടെ കുട്ടി കുളത്തിലേക്ക് വീണു. ആ സമയം വേറെ പുറത്തുള്ള ആൾക്കാരും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉള്ളുമായിരുന്നു. പ്രവർത്തകർ അടുത്തുണ്ടായിരുന്നു, പക്ഷെ ആരും ഇറങ്ങാൻ ഒരു ധൈര്യം കാണിച്ചില്ല. ഞാൻ നോക്കിയപ്പോഴും കുട്ടി പുല്ലിൻ്റെ അടിയിലായിപ്പോയി, പുറത്ത് സൈക്കിളുമായിട്ട് കിടക്കുന്നതാണ് കണ്ടത്. പക്ഷെ ഞാൻ ഒട്ടും ആലോചിച്ചില്ല. ഞാൻ കുട്ടിയുടെ ജീവൻ മാത്രമേ അപ്പോഴെൻ്റെ മനസ്സിലുള്ളുമായിരുന്നു. അങ്ങനെ എടുത്തു വെച്ച് ചാടിയ ചാട്ടത്തിലാണ് എൻ്റെ കാലിന് ലിഗമെന്റ് വലിഞ്ഞുപോയി. പിന്നെ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എങ്കിലും അദ്ദേഹം ആ കാല് വെച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ചോദ്യം വരികയാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നണിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്, തിരുവനന്തപുരം നഗരസഭ. താങ്കളും കൂടെ വരികയാണെങ്കിൽ 51 എന്നുള്ളതാണ് പ്രതീക്ഷ. താങ്കൾ വന്നു കഴിഞ്ഞാൽ ഈ വാർഡിലേക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? ഈ വാർഡിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന വികസനമാണ്. അത് എന്ത് വികസനമാണ്? എന്ത് വികസനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ വാർഡെന്ന് വെച്ചാൽ ഒരു വലിയ വാർഡാണ്. 14,000 വോട്ടർമാരുള്ള വാർഡാണ് നമ്മുടെ ഈ വിഴിഞ്ഞം വാർഡ്. ഇതിനകത്ത് വികസനം എന്നുള്ള ഒരു സംവിധാനവും ഈ വാർഡിനകത്ത് എത്തിച്ചേർന്നിട്ടില്ല. ഈ ഭാഗത്ത് കണ്ട, ഈ കാണുന്നത് കണ്ട, ഇതൊരു വീടാണ്. ഈ വീട് ഇതുപോലത്തെ അനേകം വീടുകൾ നമ്മുടെ ഈ വാർഡിനകത്തുണ്ട്. പഴയ ഓടിട്ട വീടുകൾ, അത് പൊട്ടിപ്പൊളിഞ്ഞ് അതിൻ്റെ മുകളിൽ ടാർപ്പ് വിരിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ പഴയ വീട്ടിൽ തകര ഷീറ്റിട്ട വീടുണ്ട്, അത് പൊട്ടിപ്പൊളിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ടാർപ്പ് വിരിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട്. ഭവനത്തിന്റെ വിഷയം മറ്റു നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഈ വാർഡിലേക്ക് നമ്മൾ എന്തൊക്കെ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടല്ലോ ബിനു? അതെ, അതെന്തൊക്കെയായിരിക്കും ഉദ്ദേശം? ഇപ്പൊ വാഗ്ദാനം പറയാൻ പാടില്ല, എന്നാലും അങ്ങനെയുള്ള സാഹചര്യമാണല്ലോ, നമ്മുടെ തിരഞ്ഞെടുപ്പ് ചട്ടം ഉണ്ട്. എന്നാലും നമ്മുടെ ഈ പള്ളിത്തറ ഭാഗത്ത് ഒട്ടനവധി മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇതുവരെയായിട്ടും കുറച്ച് വിരലിൽ എണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രമേ പട്ടയം കിട്ടിയിട്ടുള്ളൂ. പക്ഷെ പട്ടയത്തിന്റെ വിഷയം അവിടെ നിലനിൽപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒത്തിരി ഉണ്ട്. അവരുടെ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ ഫിഷിംഗ് ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വികസനങ്ങൾ അവർ കൊണ്ടുവരണം. പിന്നെ അവിടെ അവർക്ക് കുടിവെള്ളം മുഖ്യ ഘടകമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വികസനങ്ങൾ ഞാൻ ആ മേഖലയിൽ കൊണ്ടുവരും. അപ്പോൾ ഒരുപാട് വികസനങ്ങൾ ചെയ്യുമെന്ന് വാഗ്ദാനമല്ലാതെ ഉറപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് ഞങ്ങൾ നിർത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാവിധ വിജയാശംസകളും ഞങ്ങൾ നേരുകയാണ്. അപ്പോൾ ശരി, ഓക്കെ, ഞങ്ങൾ നേരുകയാണ്.